സഹൃദയരായ കേൾവിക്കാരായ എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇങ്ങനെ ഒരു സംരംഭത്തിന് മുതിർന്നത് എന്താണെന്നൊരു പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം. അത് എന്താണെന്ന് തുടർന്നുള്ള വീഡിയോ ക്ലിപ്പിങ്ങിലൂടെ കേൾക്കുക. അര മിനിറ്റ് കൊണ്ട്, അതായത് 30 സെക്കൻഡ് കൊണ്ട് ഞാൻ പറഞ്ഞ ഒരു പോയിന്റിനെ ഖണ്ഡിക്കുവാൻ പ്രഗത്ഭരും പ്രശസ്തരുമായിരിക്കുന്ന ഈ നേതാക്കന്മാർ അവർക്ക് ആടുപടലും നെല്ലുക, മറ്റ് കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലാതെ വളരെ ലളിതമായ ഒരു കാര്യമാണ്. അതായത് യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മീക വർധന വരുത്തണം എന്ന് പറയുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. അപ്പോൾ സ്വയമായി ആത്മീക വർധന വരുത്തുവാനുള്ള മാർഗം അന്യഭാഷയിൽ സംസാരിക്കുന്നതാണ് എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുമ്പോൾ യൂദായുടെ ലേഖനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ ആത്മീക വർധന വരുത്തുകയും. വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുന്ന മാനദണ്ഡം ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാകും, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്നാൽ അത് സ്വയം ആത്മീക വർധന വരുത്തുന്ന മാർഗമാണ്. അത് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയാണ്. ഈ വീഡിയോ ക്ലിപ്പിങ്ങിലൂടെ ശ്രീ ഷിബു പീഡിയേക്കൽ പറഞ്ഞത് താൻ 30 സെക്കൻഡ് കൊണ്ട് പറഞ്ഞ ഒരു കാര്യത്തിന് ബ്രദറൻ സഭകളിലെ നേതാക്കന്മാർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് ഒരു മറുപടി എന്ന നിലയിൽ തന്നെയാണ് തുടർന്ന് സംസാരിക്കുന്നത്. എന്നാൽ ആ മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഷിബു തന്നെ തൻ്റെ പഠിപ്പിക്കലിൽ ദ ബെനിഫിറ്റ് ഓഫ് സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്ന ആ ഒരു ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം എൻ്റെ കേൾവിക്കാരെ ഓർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകട്ടെ. അതിങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പെന്തക്കോസ്ത് സഭകളിൽ ഇന്ന് നടന്നു വരുന്ന അന്യഭാഷകളുടെ എല്ലാം ഉറവിടം ഒന്നല്ല, പ്രധാനമായി 5 ഉറവിടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 5 ഉറവിടത്തിൽ ഒന്ന് മാത്രമാണ് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളത് എന്ന് താൻ വ്യക്തമായി പറയുകയുണ്ടായി. ബാക്കി 4 പരിശുദ്ധാത്മാവിൽ നിന്നല്ല. മാനുഷികമായും മാനസികമായും അതുപോലെ തന്നെ പൈശാചികമായും അതുപോലെ അനുകരണത്തിലൂടെയും ആണ് അന്യഭാഷകൾ അവിടെ പറയുന്നതെന്ന് താൻ പറഞ്ഞു വെക്കുകയുണ്ടായി. ഇത് വ്യക്തമാക്കുന്നത് ബ്രദറുകാരായ ഞങ്ങളല്ല, പ്രിയ പെന്തക്കോസ്ത് സഹോദരന്മാരെ, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അന്യഭാഷകൾ പരിശുദ്ധാത്മാവിൽ നിന്നല്ല എന്ന്. അത് നിങ്ങളിൽ ഒരുവനായ ശ്രീ ഷിബു തന്നെയാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് മറുപടി പെന്തക്കോസ്തിലുള്ള എൻ്റെ കേൾവിക്കാരായ നേതാക്കന്മാർ തന്നെ പറയേണ്ടതുണ്ട്. അത് അത്യാവശ്യമായും പറഞ്ഞ് മതിയാകുകയുള്ളൂ. അത് കേൾക്കുവാനുള്ള വലിയ താല്പര്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. എന്താണ് നിങ്ങൾക്കുള്ള ഇതിനുള്ള മറുപടി? 5 ഉറവിടമെന്ന് പറയുമ്പോൾ അതിലൊരു ഉറവിടത്തിൽ നിന്ന് മാത്രമാണ് പരിശുദ്ധാത്മാവിൽ നിന്ന്, ഒരു ഉറവിടത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ ശരി, ബാക്കിയെല്ലാം തെറ്റാണെന്ന് പറയുകയാണ്. നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ വിടുകയാണ്. കാത്തിരിപ്പ് യോഗം നടത്തുന്നവരും അതുപോലെ തന്നെ അതിൽ ഭാഷ പറയുവാൻ പ്രേരിപ്പിക്കുന്നവരൊക്കെ ഈ കാര്യത്തിന് മറുപടി പറഞ്ഞ് മതിയാകുകയുള്ളൂ. അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രീ ഷിബു പിന്നീട് പറഞ്ഞത്, താൻ 30 സെക്കൻഡ് കൊണ്ട് പറഞ്ഞ കാര്യം ബ്രദറൻ സഭകളെ ആകെ ഉലച്ചെന്നാണ്, പരിഭ്രാന്തിയിലാക്കിയെന്നാണ്. എന്നാൽ അത് ശരിയല്ല. കാരണം ബ്രദറൻ സഭകൾ കേരളക്കരയിൽ എത്തിയത് പെന്തക്കോസ്ത് സഭകൾ വരുന്നതിന് വളരെ മുമ്പ് തന്നെയാണെന്ന് ചരിത്രം സാക്ഷിക്കുകയാണ്. പെന്തക്കോസ്ത് സഭകൾ പിന്നീട് വന്ന് ബ്രദറൻ സഭകളെ ശരിയായ നിലയിൽ ആക്രമിച്ചു, അതിൽ നിന്നുള്ളവരെ കൊണ്ടുപോകുകയും അങ്ങനെ അവിടെ പെന്തക്കോസ്ത് സഭകൾ ഉണ്ടായി. എങ്കിലും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ തിരുവെഴുത്ത് മാത്രം ആധാരമാക്കിക്കൊണ്ട് കേരളക്കരയിൽ ബ്രദറൻ സഭകൾ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ആത്മാവിനാൽ നിറഞ്ഞവരെന്നും നയിക്കപ്പെടുന്നവരുമെന്ന് പറയുന്ന പെന്തക്കോസ്ത് സഭകൾ മാനുഷിക നിർമ്മിതമായിരിക്കുന്ന ബൈലോകളിലൂടെ തങ്ങളുടെ സഭകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം,
കഴിഞ്ഞ IPCയിലെ തെരഞ്ഞെടുപ്പ് കോടതി സ്റ്റേ ചെയ്തു. അതിന് എന്ത് മറുപടി പറയാനുള്ളത്? ആത്മനിറവിൻ്റെ പ്രവർത്തനമാണോ അത്? എൻ്റെ പ്രിയമുള്ള സ്നേഹിതരെ, കേൾവിക്കാരെ, നിങ്ങൾ വാസ്തവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നാൽ ബ്രദറൻ സഭകളെക്കുറിച്ച് പറയുമ്പോൾ ഓരോ സ്ഥലം സഭകളും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട മൂപ്പന്മാരാൽ അഥവാ ബിഷപ്പന്മാരാൽ അഥവാ ഓവർസിയർമാരാൽ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നും ബ്രദറൻ സഭകൾ കേന്ദ്രീകൃതമായ യാതൊരു ഭരണ സംവിധാനവുമില്ലാതെ ഓരോരോ സ്ഥലങ്ങളിലും നിലനിൽക്കുകയാണ്. പുതിയ സഭകൾ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഇല്ലാതാവുകയല്ല. പിന്നെ പ്രിയ സ്നേഹിതനായ ഷിബു ഉദ്ദേശിച്ചത് ഈ ബ്രദറൻ സഭകളെ തകർക്കാം എന്നാണ്. ഒരു പക്ഷെങ്കിൽ അങ്ങനെ ഒരു വ്യാമോഹം മാത്രമാണ്. അത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. പ്രിയ സ്നേഹിതൻ താൻ പറഞ്ഞത് ആത്മീക വർധനയ്ക്കായിട്ട് ഒരേ ഒരു മാർഗം ആണ് അന്യഭാഷയിൽ സംസാരിക്കുക എന്നതാണ്. സ്വയമായി ആത്മീക വർധന ഉണ്ടാക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് അന്യഭാഷകൾ സംസാരിക്കുക എന്നുള്ളത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അത് താൻ പറഞ്ഞ് സ്ഥാപിച്ചത് 30 സെക്കൻഡ് കൊണ്ട് പറഞ്ഞ് സ്ഥാപിക്കുവാൻ ശ്രമിച്ചത് അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ആത്മീക വർധനയ്ക്ക് എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ പ്രിയ സ്നേഹിതൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ആ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മിക വർധനയ്ക്കായി ഉതകട്ടെ. ഇവിടെ 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത് സകലവും ആത്മിക വർധനയ്ക്കായി ഉതകട്ടെ. ഇതിനോട് ചേർത്ത് അതിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെയാണ്: ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? നോക്കുക, ഇവിടെയും പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട്, ജ്ഞാനം, പ്രവചനം, ഉപദേശം. ഇവയുമായി നിങ്ങളിലേക്ക് വരാതെ അന്യഭാഷകൾ മാത്രം സംസാരിച്ചുകൊണ്ട് വന്നാൽ എന്ത് പ്രയോജനമെന്നാണ്. ഇവിടെ എല്ലാം കൂടെ പറഞ്ഞാൽ 7 കാര്യങ്ങൾ ആത്മീക വർധനയ്ക്കായിട്ട് എഴുതിയിരിക്കെ അതിൽ ഒരേ ഒരു കാര്യമായ അന്യഭാഷ മാത്രമാണ് ആത്മീക വർധനയ്ക്കുള്ളതെന്ന് പറഞ്ഞാൽ എന്തേ പ്രിയ സ്നേഹിത ഷിബു ഇത് കണ്ടില്ലേ? കണ്ടതാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇത് വായിച്ചു പഠിക്കുന്ന ആളാണ്. മനഃപൂർവ്വമായി ഒരു തിരിമറി നടത്തി പുകമറ സൃഷ്ടിച്ച് തൻ്റെ ഉപദേശം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് തികച്ചും ദുഃഖകരമായൊരു കാര്യമാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ സാധിക്കത്തില്ല, അങ്ങനെ ചെയ്യുവാൻ സാധിക്കത്തില്ല. ദൈവം ഈ കാര്യം എൻ്റെ പ്രിയ കേൾവിക്കാരായ നിങ്ങൾക്കൊരു ബോധ്യത തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെയും ഞാൻ മുൻപോട്ട് പോകട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നതാണ് ആത്മീക വർധനയ്ക്കുള്ള ഒരേ ഒരു കാര്യമെന്ന് സ്ഥാപിക്കുവാൻ തണ്ടാല വാക്യങ്ങളാണ് തിരുവഴുത്തിൽ നിന്ന് കൊണ്ടുവന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ന്റെ 4-ാം വാക്യം. അവിടെ വായിക്കുന്നത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ ഓർത്തുകൊള്ളണം, ഈ അധ്യായത്തിൽ പ്രവചനവും അന്യഭാഷയും എന്ന വിഷയത്തെയാണ് പരിശുദ്ധാത്മാവ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രവചനത്തെ മാറ്റിവെച്ചുകൊണ്ട് അന്യഭാഷയെ മാത്രം എടുത്തതിൻ്റെ കുടിലതന്ത്രമാണ് മനസ്സിലാകാൻ സാധിക്കാത്തത്. അതൊരു കുടിലതന്ത്രം തന്നെയാണ്. കാരണം കേൾക്കുന്നവർ സാധാരണക്കാരായ തിരുവഴുത്ത് പരിശോധിക്കാത്തവരായിരിക്കുന്ന ആളുകളാണ്. അവരോട് ഇതൊക്കെ പറയുമ്പോൾ അവരത് വിശ്വസിച്ചു പോകും. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഈ 1-ാമത്തെ വാക്യം ആത്മീക വർധന വരുത്തുന്നു. കാരണം തിരുവഴുത്തിൽ പറയുന്നു, ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആത്മീക വർധന വരുത്തണമെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ വചനം കേട്ടേ പറ്റുകയുള്ളൂ, വന്നേ മതിയാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ 14-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല നിങ്ങൾക്ക് മാത്രമോ വന്നത്. ഞാനിവിടെ ഈ വാക്യത്തിൽ നിന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. അവിടെ കൃപാവരങ്ങളിലൂടെ സഭയിലേക്ക് വന്നുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, മറ്റൊന്നുമല്ലായിരുന്നു. അത് ബോധ്യമാക്കി കൊടുത്തുകൊണ്ട് ഈ അന്യഭാഷയേക്കാൾ പ്രവചനത്തിനാണ് പ്രാധാന്യം എന്ന് തെളിയിക്കുന്ന ഒരു അധ്യായമാണ് ഈ 14-ാം അധ്യായത്തിൽ. അപ്പോൾ തന്നെ 14-ന്റെ 4-ാം വാക്യം മാത്രം പറയുമ്പോൾ കേൾവിക്കാർക്ക് തോന്നും അതാണ് വലുത് എന്ന്. എന്നാൽ പ്രിയ കേൾവിക്കാരെ പറയട്ടെ,
ഈ 12, 13, 14 അധ്യായങ്ങളിൽ സഭയുടെ പൊതുപ്രയോജനത്തിനായി നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അവിടെ 14-ാം അധ്യായത്തിൽ ചർച്ച ചെയ്തിരിക്കുന്നതും. ഒരിക്കലും വ്യക്തിപരമായ ഒരു ഉപയോഗത്തിന് വേണ്ടി അല്ല ഇവിടെ കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന് തിരുവെഴുത്തിൽ 12-ാം അധ്യായം വായിക്കുമ്പോൾ 7-ാം വാക്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവിടെ പറയാൻ വന്നത് ഇതാണ്: അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു എന്ന് പറയുമ്പോൾ അതാ പറയുന്നവൻ എന്താണെന്ന് മനസ്സിലാകും. ആത്മീക വർധന വരുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ് താൻ കേൾക്കുന്നത്, താൻ പറയാൻ തനിക്ക് വരുന്നത്. അഥവാ ദൈവം തൻ്റെ മനസ്സ് പകർന്നു കൊടുക്കുകയാണ്, പൊഴിച്ചു കൊടുക്കുകയാണ് ഈ കൃപാവരക്കാരന്. അതുകൊണ്ട് അവനത് മനസ്സിലാകും, അതുകൊണ്ട് അവനത് ആത്മീക വർധന വരുത്തുന്നു. ഈ വാക്യത്തോട് ചേർന്ന് 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും പറയുകയുണ്ടായി: ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അബലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ഇവിടെ ശ്രദ്ധിക്കുക, എൻ്റെ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥിക്കുന്നവൻ്റെ ആത്മാവെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമെന്നല്ല, എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കും എന്നാണ്. ഈ എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലേക്ക് താൻ പോയത്. അതെനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. ഒരു എടുത്തിയാട്ടം, ഒന്നിനോട് ഒന്ന് തെളിയിക്കുവാൻ. താൻ പറയുന്ന വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുന്നു എന്നാണ്. വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ പ്രിയ സ്നേഹിത, ഏത് വചനമാണോ വായിച്ചത് ആ വചനത്തിൻ്റെ പശ്ചാത്തലത്തോട് ചേർന്ന് വരുന്നതായിരിക്കണം അതിലെ ആശയം. ആ ആശയത്തോട് യാതൊരു മറിപ്പും കാണിക്കാതെ വേണം ഇനിയും അതിനോട് ചേർത്ത് വായിക്കുന്ന വാക്യവും കൊണ്ടുവരുവാൻ. ഇവിടെ മറിപ്പാണ് നടത്തിയിരിക്കുന്നത്. കാരണം എൻ്റെ ആത്മാവ് കൊണ്ട് സംസാരിക്കും എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ് എന്ന് സ്ഥാപിക്കുവാൻ എഫെസ്യ ലേഖനം 6:18 ഉപയോഗിച്ചത്. അത് അവിടെ ഇങ്ങനെയാണ്: ആത്മാവിൽ പ്രാർത്ഥിച്ചും. 14-ാം വാക്യത്തിൽ ആത്മാവ് കൊണ്ട് എന്ന് പറയുമ്പോഴും എഫെസ്യ ലേഖനം 6:18 ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുമാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപസർഗം 14-ൽ കൊണ്ട് എന്ന് ഉപയോഗിക്കുമ്പോൾ എഫെസ്യർ 6-ൽ ഇൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭാഷാപരമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിരുവെഴുത്ത് വായിക്കുമ്പോൾ അതിൽ വ്യാകരണത്തിന് അതിപ്രധാനമായ സ്ഥാനമുണ്ട്. തിരുവെഴുത്തെന്ന് മാത്രമല്ല, ഭാഷ അന്യോന്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ വ്യാകരണ നിയമം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാശയവും ആർക്കും കിട്ടത്തില്ല. ഇവിടെ ഷിബു ചെയ്തതായ കാര്യം ഈ വ്യാകരണ നിയമത്തെ പാടെ അവഗണിച്ച് കളഞ്ഞിരിക്കുകയാണ്. കൊണ്ടും ഇല്ലും നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ വിടുകയാണ്. അതുകൊണ്ട് ഈ എഫെസ്യ ലേഖനം 6:18 ഒരിക്കലും ഈ 1 കൊരിന്ത്യർ 14-ാം വാക്യവുമായി ചേരുന്നതല്ല. അവിടെ 14-ാം വാക്യം ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കും. എന്താണ് ഇവിടെ അഫലമാവുക എന്ന് പറയുന്നത്? അഫലമാവുക എന്ന് പറയുന്നത് ഇതാണ്: ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നാവാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ നാവ് എന്ന അവയവ കണക്റ്റ് ചെയ്യുന്നത് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധിയിലുള്ള ഭാഷയാണ് നാവിലേക്ക് വരുന്നത്. ആ ബുദ്ധിയിലുള്ള ആശയമാണ് എൻ്റെ നാവിലേക്ക് വരുന്നത്. എന്നാൽ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിലുള്ള ഭാഷയാണ് എൻ്റെ നാവിലേക്ക് വരുന്നത്. ആ ആത്മാവിലുള്ള ആശയമാണ് എൻ്റെ നാവിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ബുദ്ധി അഫലമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല, അവിടെ വേറൊരു ആശയവുമില്ല. വളരെ വ്യക്തമാണ് കാര്യം. എൻ്റെ കേൾവിക്കാരായി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നെയും മുൻപോട്ട് പോകട്ടെ. എഫെസ്യ ലേഖനം 6:18 വായിച്ചിട്ട് അത് പരിശുദ്ധാത്മാവാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം വായിക്കുകയായിരുന്നു. ഞാൻ ആ വാക്യം വായിച്ചു. പ്രിയ സ്നേഹിതൻ അത് വായിച്ച് കേൾപ്പിച്ചു. യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മീകവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്: പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിങ്ങൾക്കു തന്നെ ആത്മീക വർധന വരുത്തിയും.
അപ്പൊ സ്വയം ആത്മീക വർധന വരുത്തുവാനുള്ള ഒരു മാർഗമായിട്ട് യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. വായിച്ച് കേൾപ്പിച്ചിട്ട് പറഞ്ഞത് ആ വായിച്ചതിന് നേരെ വിപരീതമാണ്. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. 21-ാം വാക്യം കൂടെ ഞാൻ ചേർത്ത് വായിക്കുകയുണ്ടായി. 20-ാം വാക്യത്തിൽ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. അവിടെ ഓർഡർ ശ്രദ്ധിച്ചോ നിങ്ങൾ? ആ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മീക വർധന വരുത്തിയും നിങ്ങൾക്ക് തന്നെ. അപ്പൊ ആദ്യം എന്താ? ആത്മീക വർധന വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത് ആത്മീക വർധനയ്ക്ക് വേണ്ടി അല്ല എന്ന് ആ വാക്യം അവിടെ തന്നെ തെളിയിക്കുന്നുണ്ട്. ഈ എന്നുള്ള ആ പ്രയോഗം വിട്ടുകളഞ്ഞുകൊണ്ട് പ്രിയ സ്നേഹിതൻ ഷിബു ഇങ്ങനെയാണ് പറയുന്നത്: പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മീക വർധന വരുത്തുവീൻ എന്നാണ്. അതൊരു വലിയ മറിപ്പല്ലേ എൻ്റെ പ്രിയമുള്ള കേൾവിക്കാരെ? തിരുവഴുത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലേ? തിരുവഴുത്തിൻ്റെ ഓർഡർ മാറ്റുവാൻ, അങ്ങനെ മാറ്റുന്നവൻ അവനിലുള്ള ആത്മാവേതാണ്. തിരുവഴുത്തിൻ്റെ ഓർഡർ മാറ്റുവാൻ ആർക്കും സാധിക്കത്തില്ല. ഈ ഓർഡർ മാറ്റിയ പല തെറ്റായ ആശയത്തിലേക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ മുന്നോട്ട് പോകാം. മർക്കോസ് 16:16 എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നാണ്. അപ്പോൾ അതിനെ തലതിരിച്ച് പറഞ്ഞു നോക്കിയേ. സ്നാനമേൽക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്തൊരാശയ വ്യത്യാസമാണ് വന്നതില്ലേ? അപ്പോൾ അവിടെ ഓർഡർ വ്യത്യാസം വരുത്തരുത്. ഓർഡർ വ്യത്യാസം വരുത്തിയ ഏത് ഉപദേശവും സ്ഥാപിക്കാം. ഏതുപദേശവും ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഈ കൾട്ടുകൾ മുഴുവൻ തന്നെ ഉളവായിരിക്കുന്നത് ഓർഡർ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ്. ഒന്ന്, ഓർഡർ വ്യത്യാസം വരുത്തും അവർ. രണ്ടാമത് ആദ്യം ഓർപ്പിച്ചതുപോലെ ഗ്രാമറിന് യാതൊരു പ്രാധാന്യവുമില്ല. ഇവിടെ ഓർഡർ തെറ്റിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. ഷിബു പറഞ്ഞു, വലിയ 30 സെക്കൻഡ് കൊണ്ട് ബ്രദറൻ സഭകളുടെ അടിത്തറ ഇളക്കിയെന്ന്. എൻ്റെ പൊന്ന് സ്നേഹിത, താങ്കൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? ഇവിടെ എന്താണ് താങ്കൾ ചെയ്തത്? അതിന് മറുപടി താങ്കൾക്കുണ്ടോ? അത് തീർച്ചയായിട്ടും കേൾക്കുവാൻ താല്പര്യമുണ്ട്. പെന്തക്കോസ്ത് സഭകളുടെ നടുവിൽ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെയും പെട്ടിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാനിത് ഇത്ര ഉറപ്പോടുകൂടി പറയുന്നത്. വചനത്തെ തകിടം മറിക്കാതെ വചനം എഴുതിയിരിക്കുന്നത് പോലെ തന്നെ വായിക്കുക. എങ്ങനെ എഴുതിയിരിക്കുന്നു? തിരുവഴുത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്നാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന അന്വേഷകനോട് യേശു ചോദിച്ചത്. നീ എങ്ങനെ വായിക്കുന്നു? വായിക്കുന്നതിൽ അതിപ്രധാനമുണ്ട്. ഈ എൻ്റെ കേൾവിക്കാരായ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. തിരുവഴുത്ത് കേൾക്കുമ്പോൾ എങ്ങനെ കേൾക്കുന്നു? തിരുവഴുത്ത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കുന്നു? ഇവിടെ 30 സെക്കൻഡ് കൊണ്ട് തകിടം മറിച്ചു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയും ആകാമല്ലോ. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വിടുകയാണ്, നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിടുകയാണ്. ഈ കാര്യം എൻ്റെ കേൾവിക്കാരായി നിങ്ങൾ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പിന്നെയും മുൻപോട്ട് പോകട്ടെ. ഇവിടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതാണ് അന്യഭാഷയിൽ പറയുന്നതെന്ന് പറഞ്ഞു. അതല്ലെന്ന് ഈ ഭാഗങ്ങൾ വിശദീകരിച്ചതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ പറയാൻ വന്നതേ ഉള്ളൂ. 1, വ്യാകരണം, അതിൽ നിബന്ധനകൾ പാലിക്കണം. 2, ഓർഡർ പാലിക്കണം. എൻ്റെ ഈ സ്നേഹിതൻ ഷിബു ഇത് രണ്ടും തകിടം മറിച്ചതുകൊണ്ട് അതിന് മറുപടി പറയേണ്ട ഒരാവശ്യമേ ഇല്ല. ഇനിയും അഥവാ മറുപടി പറഞ്ഞാൽ പോലും പ്രിയ സ്നേഹിതൻ ഷിബുവിനത് മനസ്സിലാവുകയുമില്ല. അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ആ വെളിച്ചം ഉള്ളിലില്ല. ഒന്ന് പുറത്തു വാ. ആ പുറത്തു വരിക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പെന്തക്കോസ്ത് വിടാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിടിച്ചിരിക്കുന്ന അന്യഭാഷ എന്ന ഭൂതം, ആ ഭൂതത്തിൽ നിന്ന് പുറത്തു വരണം. തീർച്ചയായിട്ടും പുറത്തു വന്നാൽ കാര്യം വ്യക്തമായി മനസ്സിലാക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയ സഹോദരന് അതിനാവശ്യമായിരിക്കുന്ന കൃപ തരട്ടെ എന്ന് മാത്രം ഞാൻ പറയട്ടെ. അവസാനം
ഇത് സംബന്ധിച്ച കുറേ ചർച്ചകളൊക്കെ നടന്നതായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. റാന്നിയിൽ വെച്ച് നടന്നൊരു ചർച്ച, അതുപോലെ തന്നെ ഡാളസിൽ വെച്ച് ചർച്ചകൾ നടന്നു. ഈ റാന്നിയിൽ വെച്ച് നടന്ന ചർച്ചയെക്കുറിച്ചും വളരെ പരിഹാസരൂപേണ പ്രിയ ഷിബു സംസാരിക്കുന്നത് കേട്ടു. അതുപോലെ തന്നെ ഡാളസിൽ വെച്ച് നടന്ന സംവാദത്തെക്കുറിച്ച് വളരെ വില കുറഞ്ഞ നിലയിൽ ഫേസ്ബുക്ക് പോസ്റ്റും കാണുവാനിടയായി. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സ്ഥലങ്ങളിലൊക്കെ നടന്നത് എന്താണെന്ന് ആ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് കേട്ടു നോക്കണം എന്താണ് പറഞ്ഞത്. എന്നാൽ പിന്നെ അവസാനം ഡാളസിലെ സംവാദം കഴിഞ്ഞതിന് ശേഷം പ്രിയ സ്നേഹിതൻ ഒരു വെല്ലുവിളി കൂടി നടത്തി. പോയിന്റ് ബൈ പോയിൻ്റായിട്ട് സംവാദം നടത്തുവാൻ ബ്രദറിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ ആദ്യം ഓർപ്പിച്ചു, ബ്രദറൻ സഭകൾ നിലനിന്നത് ഈ പെന്തക്കോസ്ത് ഉപദേശത്തിൻ്റെ കുത്തൊഴുക്ക് വന്ന കാലത്ത് നിലനിന്നതാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. പോയിന്റ് ബൈ പോയിൻ്റായിട്ട് പറയാം. പക്ഷേ പിന്നെ ഒരു കാര്യം, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തിരുവഴുത്തിനെ വളച്ചൊടിക്കുവാനോ അതിൻ്റെ വ്യാകരണ നിയമത്തിന് മാറ്റം വരുത്തുവാനോ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ടോ സംവാദം നടത്തുവാനാണ് താങ്കൾ വെല്ലുവിളിക്കുന്നതെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമാണ്. അങ്ങനെ തിരുവഴുത്തിന്മേൽ കടന്നു കയറുവാനോ അതിനെ പരിക്കേൽപ്പിക്കുവാനോ അനുവദിക്കുകയില്ല. അത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു സംവാദത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ദൈവവചനത്തിൻ്റെ അതേ തനിമയിൽ തന്നെ വായിച്ച് അതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിലും മനസ്സിലാക്കി, അതിൻ്റെ ഓർഡറിൽ മനസ്സിലാക്കി, അതിൻ്റെ വ്യാകരണത്തിൽ മനസ്സിലാക്കി സംവാദം നടത്തുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇങ്ങനെയൊരു സംവിധാനം, ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് എന്നോടുകൂടെ മറ്റു ചില സഹോദരന്മാരും ഉണ്ട്. സംവാദത്തിൽ വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ ഇവിടെ എന്താണ് 30 സെക്കൻഡ് കൊണ്ട് ചെയ്തതെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യൂദായുടെ ലേഖനം 20-ാം വാക്യം പ്രിയ ഷിബു വായിച്ചത് കൃത്യമായിട്ട് തന്നെ വായിച്ചിട്ടുണ്ട്. വീഡിയോ ക്ലിപ്പിങ്ങിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ താൻ അത് പറഞ്ഞപ്പോൾ, പഠിപ്പിച്ചപ്പോൾ തലതിരിച്ചാണ് പറഞ്ഞത്. അവിടെ ആ തലതിരിച്ച് പറഞ്ഞത് ഒന്ന് വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും എന്നാണ് 20-ാം വാക്യം. അവിടെ ഒന്നാമത് ആത്മീക വർധന വരുത്തിയും, 2 പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. അപ്പോൾ ആ ഓർഡറിലാണ് കാര്യമിരിക്കുന്നത്. എന്നാൽ പ്രിയ ഷിബു അത് തലതിരിച്ച് പറഞ്ഞു. തലതിരിച്ച് നേരെ ഓർഡർ വ്യത്യാസപ്പെടുത്തിയത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മീക വർധന വരുത്തണം. എന്നാൽ മുമ്പ് ആദ്യം ഞാൻ ഓർപ്പിച്ചു, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ഇതിനെക്കുറിക്കും അത് നാം മുമ്പ് വാക്യങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ ഈ വാക്യം പറഞ്ഞതിന് ശേഷം നേരെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിലേക്കാണ് പോയത്. പിന്നെയും 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യവും 14-ാം വാക്യവും പിന്നെയും സ്ഥാപിക്കുകയാണ്. അത് ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ തിരുമുറി നടത്തിയത്, പുകമറ സൃഷ്ടിച്ചത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് 14-ലേക്ക് അധ്യായത്തിലേക്ക് പോയിട്ട് പറയുകയാണ്, അന്യഭാഷയിൽ പറയുന്നതാണ് ആത്മീക വർധനയ്ക്കുള്ള കാരണം, ആത്മീക വർധന വരുത്തുന്നതെന്ന്. എന്നാൽ ആ 14-ാം അധ്യായത്തിൽ ഉറപ്പിക്കട്ടെ, ഈ അന്യഭാഷയും പ്രവചനവും താരതമ്യം ചെയ്തിട്ട് പ്രവചനമാണ് അതിപ്രധാനമായിരിക്കുന്നത് എന്ന് സ്ഥാപിച്ചിരിക്കുകയാണ്. പ്രവചനപരമാണ്. എന്നാൽ ശ്രീ ഷിബു പറയുന്നത് പ്രവചനപരമല്ല, അന്യഭാഷയാണ് ഈ ആത്മീക വർധനയ്ക്കുള്ള ഒരേ ഒരു മാർഗമെന്നാണ്. പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറഞ്ഞത്? ശ്രീ ഷിബു എന്താണ് പഠിപ്പിക്കുന്നത്? ഇതാണ് ഈ 30 സെക്കൻഡ് കൊണ്ട് ചെയ്തത്. ഇവിടെ ആ 14-ാം അധ്യായത്തിൽ അന്ന് സഭയിലുണ്ടായിരുന്ന കൃപാവരങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ക്രമപ്പെടുത്തുകയായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ഇന്ന് പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ കാണുന്ന അന്യഭാഷകൾ അധികവും പരിശുദ്ധാത്മാവിൽ നിന്നല്ലെന്നാണ് ഷിബു പറയുന്നത്. അതുതന്നെയാണ് ഇച്ചിരി ഞങ്ങൾ കൂടുതൽ പറഞ്ഞത്. ഇന്ന് നിങ്ങളുടെ നടുവിലുള്ള ഭാഷകളൊന്നും തന്നെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. കാരണം അപ്പോസ്തല പ്രവൃത്തികളും കൊരിന്ത്യ ലേഖനവും വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്, അവർ അന്യഭാഷയിൽ പറഞ്ഞത് ശ്രോതാക്കൾക്ക് വ്യാഖ്യാനി കൂടാതെ മനസ്സിലായി. ഇന്ന് ആർക്ക് മനസ്സിലാകുന്നു? കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നവന് മനസ്സിലാകും, പിന്നെ വ്യാഖ്യാനിക്കും മനസ്സിലാകും. അതുകൊണ്ടാണ് വ്യാഖ്യാനം എന്ത് ചെയ്യുന്നത്? ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ആദ്യം അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് മനസ്സിലാകുന്നത് കൊണ്ടാണ് അവൻ ആത്മീക വർധന വരുത്തുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആരും
അങ്ങനെ സംസാരിക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് ആ നിലയിൽ ഇന്ന് ആർക്കും ഈ കൃപാവരങ്ങളെ നൽകിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ദൈവം സഹായിക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുക. എൻ്റെ കേൾവിക്കാരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങളോട് പറയുകയാണ്, നാം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അത് തീർച്ചയായിട്ടും ശരിയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകണം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരാകണം. നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരായി കർത്താവിന് വേണ്ടി ഇവിടെ ജീവിക്കണം. എൻ്റെ ഈ ചെറിയ സന്ദേശം ഇതാണ്. നമുക്കൊരുമിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാം. പക്ഷെങ്കിൽ ആത്മീയവർദ്ധന വരുത്തുന്നത് വേദപുസ്തകം വായിച്ചും പഠിച്ചുമാണ്. അതിൽ തിരുവഴുത്തിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. എല്ലാ തിരുവഴുത്തും ദൈവസ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ വക പ്രാപിക്കുന്നത് തികഞ്ഞവനാകുന്നത് തിരുവഴുത്ത് മുഖാന്തരമാണ് എന്ന്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. വളരെ വ്യക്തമാണ്. ഇന്ന് അന്യഭാഷകൾ ആർക്കും നൽകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് പരിശുദ്ധാത്മാവ് വായനക്കാരെ, കേൾവിക്കാരെ തിരുവഴുത്തിലേക്ക് നയിക്കുന്നത്. ആകയാൽ നമുക്ക് തിരുവഴുത്ത് ഓർഡറിൽ വായിക്കാം, അതിൻ്റെ വ്യാകരണത്തിൽ വായിക്കാം, പശ്ചാത്തലത്തിൽ വായിച്ച് മനസ്സിലാക്കി അത് പ്രമാണിച്ച് ജീവിച്ച് കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ കേൾവിക്കാരെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.